അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SR മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമായ അജ്മീർ ഷരീഫിലേക്കുള്ള ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അഹമ്മദാബാദ്, മുംബൈ, അജ്മീർ, ആഗ്ര, ഡൽഹി തുടങ്ങിയ പാക്കേജുമായിട്ടുള്ള കാഴ്ചയുമായിട്ടാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കൊടക് ജില്ലയിൽ തന്നെ അറിയപ്പെട്ട പ്രശസ്തനായ ബഹുമാനപ്പെട്ട എർമാജിക്കുണ്ട്. കഴിഞ്ഞ യാത്രയിൽ കണ്ട ഹാജിക്കട്ടനുണ്ട്, അതുപോലെ എർമാജിക്കാന്റെ മരുമകനുണ്ട്, പിന്നെ നമ്മുടെ മംഗലാപുരത്തുള്ള ആരിഫ് ഖാ, അദ്ദേഹത്തിന്റെ അമ്മൂശന്, അവരൊക്കെ ഉണ്ട്. പിന്നെ ഇവര് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പുറമെ കാസർഗോഡ്, കണ്ണൂർ, ആ ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്രയിൽ 148 ആളുകൾ ജോയിൻ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് തുടർന്ന് നല്ല നല്ല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഹാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു യാത്രയിൽ? യാത്ര സുഖമായി നടക്കട്ടെ എന്ന് പറയും, പോയി തിരിച്ചു വരാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ യാത്ര സുഖകരമായി പോയിട്ട് വന്നിട്ട് സുഖമായിട്ട് വന്നാൽ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല നല്ല കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഡോഗിരിയിലാണ് നമ്മളുള്ളത്. മഹാനായ ഹാജി അബ്ദുറഹ്മാൻ ഷാ അൽ ഖാദിരി അൽ ചിശ്തി എന്ന മഹാന്റെ ഹദറത്തിലാണ് നമ്മളുള്ളത്. മഹാനായ ഹാജി അബ്ദുറഹ്മാൻ ഷാ അൽ ഖാദിരി 100 വർഷം മുമ്പ് വഫാത്തായ മഹാനാണ്. മഹാനവറുകളെ കേരളവുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിത്വമാണ്. മഹാനവറുകളെ ജനിച്ചത് തമിഴ്നാട്ടിലെ സേലത്തിനടുത്ത് സെന്നൂരി എന്ന സ്ഥലത്താണ്. മഹാനായ ഷംസുദ്ദീൻ അൽ ഖാദിരി ബഗ്ദാദിൽ നിന്നെത്തിയ ഷംസുദ്ദീൻ അൽ ഖാദിരിയുടെ മകനായി ജനിച്ചു. അതിനുശേഷം മഹാനവരുടെ ദീനീ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പൊന്നാനിയിൽ വന്നു. പൊന്നാനിയിൽ നിന്ന് ദീനിയിലുമൊക്കെ പഠിച്ച് മൂപ്പര് ദർസ് നടത്താൻ വേണ്ടി ബോംബെയിലേക്ക് വന്നതാണ്. ബോംബെയിലേക്ക് ദർസ് നടത്താൻ വന്നി ഇവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുക മഹാനവരുടെ ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോഴേക്ക് മൂപ്പര് ഹാലൊക്കെ കണ്ട് മാറി. മൂപ്പര് ഒരു മസ്താനായി മാറി. തെന്നിവായ ചിന്തകളൊക്കെ ഒഴിവാക്കി വെറും അള്ളാഹുലാണ് ലയിച്ച മസ്താനായി മാറി. ഒരുപാട് കളിയൊക്കെ മൂപ്പര് ചീത്ത വന്നിട്ട് പ്രശ്നമാക്കി അന്ന് പരാജയം എടുത്തു. അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അബ്ദുറഹ്മാൻ ഷാ അൽ ഖാദിരി ഡോഗിയുടെ തെരുവാടത്തുകൾ എടുത്ത് മൂപ്പർക്കെതിരെ പരാജയം എടുത്തു. ഇവിടുത്തെ മുഴുവൻ ചരിത്രങ്ങളും കറാമത്തുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശദമായ വിവരണങ്ങളും വീഡിയോകളും ഈ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക. നമ്മൾ നാട്ടിൽ നിന്ന് കയറി ഇന്ന് രാവിലെ ബോംബെയിൽ ലാസ്റ്റ് സ്റ്റേഷനിൽ ബോംബെയിൽ ഇറങ്ങി. നമ്മൾ ഡോങ്ക്രിയിലുള്ള മഹാന്റെ ദർഗയിൽ പോയി ഡോങ്ക്രിയിലുള്ള സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട്, അതുപോലെ ഗേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബോംബെയിലുള്ള ഗേറ്റ് ഓഫ് ഇന്ത്യയും അതുപോലെ താജ് ഹോട്ടലൊക്കെ കണ്ട് സന്ദർശിച്ചിട്ട് നേരെ ബസ്സിലേക്ക് മടങ്ങുകയാണ്. കുറച്ച് മയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വേഗം കണ്ട് മടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത 2-3 ദർഗകളിലേക്കാണ് അടുത്ത യാത്ര. ബോംബെയിലെ മാഹിം ബഡാ ദർഗ എന്ന ദർഗയിലാണ് മഹാനായ ഫഖീഹ് മഖ്ദൂം അലി മഹായിമി. ഈ മഹാന്റെ പേര് ഫഖീഹ് മഖ്ദൂം അലി മഹായിമി. 776 ജനിച്ചു, 835 വഫാത്തായ മഹാനാണ് ഫഖീഹ് മഖ്ദൂം അലി മഹായിമി. മഹാനവരിൽ കൊങ്കണിന്റെ കുത്തുബായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. കൊങ്കൺ മേഖലയുടെ കുത്തുബായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതല്ല വിശുദ്ധ ോടെ കറങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് ഞങ്ങളുടെ ജീവിതം അടിമുടി മാറുകയാനുള്ള ഒരു സബബായി ഈ സിയാറത്തുകളൊക്കെ ഇവിടുത്തെ മുഴുവൻ ചരിത്രങ്ങളും കറാമത്തുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശദമായ വിവരണങ്ങളും വീഡിയോകളും ഈ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക. മാഹീമിനുള്ള സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. മുംബൈയിൽ ഹാജി അലി ദർഗയിലേക്ക് പോയി, പക്ഷെ അവിടെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് അവിടെ നമുക്ക് പിന്നെ സിയാറത്ത് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവിടുന്ന് നേരെ മാഹീമിലേക്ക് വന്നു. അങ്ങനെ മുംബൈയിൽ 3ാമത്തെ സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ റെയിൽവേയിലേക്ക് പോവാണ്. പക്ഷേ അവിടെ പോയിട്ട് അവിടുന്ന് അഹമ്മദാബാദിലേക്കുള്ള യാത്രയാണ് തുടർന്നുണ്ടാകുക.
മുംബൈയിൽ രാവിലെ ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ അഹമ്മദാബാദിലേക്ക് ഇന്നലെ കയറി. അഹമ്മദാബാദിൽ നിന്ന് നമ്മൾ നേരെ ബഡാ ഗുംബസ് എന്ന് പറയുന്ന അഹമ്മദാബാദിലെ പട്ടണം ഉണ്ടാക്കിയ മഹാനവരുടെ ദർഗയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് സുബൈക്ക് പോയത്. അപ്പോൾ അവിടെ വെളിച്ചക്കുറവുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളൊന്നും പകർത്തിയിട്ടില്ല. പിന്നെ അഹമ്മദാബാദിന്റെ സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഷാലം ദർഗയിലേക്ക് വന്നിരിക്കുകയാണ്. ഷാലം ദർഗയുടെ ഒരുപാട് കാഴ്ചകളും വിശദമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകളൊക്കെ ഇതിന് മുമ്പ് കണ്ട ആളുകളാണ് നിങ്ങൾ. എങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു സിയാറത്തിൻ്റെ ചെറിയ ഷോർട്ടായിട്ടുള്ള 1-2 ഭാഗങ്ങളെ മാത്രമാണ് നിങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആളുകൾ പലവരും പല 3 ബസ്സുകളിലായിട്ടുള്ളത് കൊണ്ട് എല്ലാവരും മൊത്തത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. ഷോർട്ടായിട്ടുള്ള സിസ്റ്റമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഷാലം ദർഗയുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന ആ ഒരു കട്ടില്, അതുപോലെ പള്ളിയുടെ പരിസരം, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോ എത്തിയത് അഹമ്മദാബാദിലെ ഏറ്റവും പ്രശസ്തമായ ദർഗയാണ്. മഹാനായ ഇവിടുത്തെ കറാമത്തുകളും ചരിത്രങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ച് ബോറടിപ്പിക്കുന്നില്ല. പട്വാ ഷെരീഫിലെയും അതുപോലെ അഹമ്മദാബാദിലെ ഒരുപാട് ദർഗകളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ഇതിന്റെ മുമ്പ് നിങ്ങളിലേക്ക് പല നിലക്കും വീഡിയോകളായിട്ട് ഞാൻ എത്തിച്ച് കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു യാത്രയിലുള്ള വീഡിയോസുകൾ വിശദമായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോസുകളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ മുഴുവൻ ചരിത്രങ്ങളും കറാമത്തുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശദമായ വിവരണങ്ങളും വീഡിയോകളും ഈ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഹമ്മദാബാദിലെയും അതുപോലെ അജ്മീറിലെയും ഡൽഹിയിലെയും മുംബൈയിലൊക്കെ ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ ഇതിന് മുമ്പ് വിശദമായ വീഡിയോകളൊക്കെ ചെയ്ത് ഉസ്താദിന്റെ ചരിത്രങ്ങളും കറാമത്തുകളൊക്കെ പറയുന്ന ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ ചാനൽ ഇതിന്റെ മുമ്പ് നേരത്തെ കാലത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പരമാവധി എല്ലാ ആളുകളും ഒഴിവുണ്ടാകുമ്പോൾ ആ ചാനലിൽ പോയി ആ വീഡിയോകളൊക്കെ എടുത്ത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്
ഈ ഒരു 1-2 ഷോർട്ട് വീഡിയോകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളത്. വിശദമായിട്ടുള്ള മുഴുവൻ ചരിത്രങ്ങളും വീഡിയോകളൊക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തെടുത്ത് നോക്കി കണ്ട് മനസ്സിലാക്കുക എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഉള്ളത് വട്ടുവ എന്ന സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് വട്ടുവ എന്ന് പറയും. നേരത്തെ നമ്മൾ സിയാറത്ത് ചെയ്ത സെയ്ദ് സിറാജുദ്ദീൻ ഷാ ആലം എന്നൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഉപ്പ പിതാവ് ഖുത്ബ ആലം ബുർഹാനുദ്ദീൻ അബ്ദുല്ല ബുഖാരിയാണ്. ഖുത്ബ ആലം ബുർഹാനുദ്ദീൻ അബ്ദുല്ല ബുഖാരി ഹിജറ 790 ജനിച്ച് 858 വഫാത്തായ മഹാനാണ്. മഹാനവറുകൾ ജനിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, പാകിസ്ഥാനിലെ ഉച്ചിലാണ്. ജഹാനിയം ജഹാം ഷാ അൽ ബുഖാരിയുടെ മകനായി പാകിസ്ഥാനിലെ വളരെ പ്രശസ്തമായ ദർഗയാണ് ജഹാനിയം ജഹാം ഷാ. അവരുടെ മകനായി പാകിസ്ഥാനിലെ ഉച്ചിൽ ജനിച്ചു. അവിടെ നിന്നാണ് പിന്നീട് എന്ത് ചെയ്തു, മഹാൻ നേരത്തെ നമ്മൾ സിയാറത്ത് ചെയ്ത് സുൽത്താൻ അഹമ്മദ് ഷാ ഇവരെ പ്രത്യേകം ആദരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടുന്ന് അങ്ങനെ നവംബർ അവിടെ താമസിപ്പിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നതും സുൽത്താൻ അഹമ്മദ് ഷാണ്. മഹാനായ ഖുത്ബ ആലം ബുർഹാനുദ്ദീൻ അബ്ദുല്ല ബുഖാരി ഇവരുടെ മകനാണ് നേരത്തെ നമ്മൾ സയ്യിദ് സിറാജുദ്ദീൻ ഷാ ആലം എന്നത്. മറ്റൊരു ഇത് സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി എന്നവരുടെ പേരിൻ്റെ മകനാണ്. ഇവിടുത്തെ മുഴുവൻ ചരിത്രങ്ങളും കറാമത്തുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശദമായ വിവരണങ്ങളും വീഡിയോകളും ഈ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക. നമ്മൾ അഹമ്മദാബാദിലെ വട്ടുവ ഷെരീഫിലെ സിയാറത്ത് 3 ബസ്സുകളിലായിട്ടാണ് വന്നത്. അപ്പോൾ ഒരു ബസ് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പിന്നെ അടുത്ത കേന്ദ്രത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വീണ്ടും പറയാണ്, അഹമ്മദാബാദിലെ മുഴുവൻ സ്ഥലങ്ങളുടെയും വിശദമായ വീഡിയോകളും കാഴ്ചകളും ഇതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ എന്താക്കുക, ഒഴിവുണ്ടാകുമ്പോൾ അത് എടുത്ത് നോക്കുക എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് യാത്ര വീണ്ടും തുടക്കം കുറിക്കാം. ഡൽഹി പോയ കാണാം. എങ്ങനെ റാഹത്തായില്ലേ? ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്.